ശശി തരൂർ അടുത്ത മുഖ്യമന്ത്രി ആവുമെന്ന് ഇങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആവുമോ? അപ്പോൾ അദ്ദേഹത്തിന് അതിനുള്ളൊരു ക്വാളിറ്റി ഉണ്ടോ? എന്താണ് അഭിപ്രായം? ആകുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ക്വാളിഫൈഡ് ആണ്. അങ്ങനെ മുഖ്യമന്ത്രി ആകുമ്പം പല വ്യതിയാനങ്ങളും ഉണ്ടാകും. കാരണം ക്വാളിഫൈഡ് ആണ്, സിവിലൈസ്ഡ് ആണ്, നല്ല എല്ലാ ഭാഷകളും അറിയാം, ലോകപരിചയം കൂടുതലുണ്ട്. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയക്കാരെക്കാളും അദ്ദേഹം എന്തുകൊണ്ട് മികച്ചതാണ്. അപ്പോൾ അദ്ദേഹം വരണമെന്നാണ് ആഗ്രഹം. ശശി തരൂരിന്റെ പേര് ഉയർന്നു കേൾക്കുന്നത് നല്ലൊരു വ്യക്തിയാണ്. പക്ഷേ ഈ ഇടി വീഴുന്ന യുവമാർ സമ്മതിക്കില്ല. ഈ ചെന്നിത്തല പാർട്ടികളെ സമ്മതിക്കില്ല. നല്ല വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു ക്വാളിറ്റി ഉണ്ടോ മുഖ്യമന്ത്രി? ഉണ്ട്, തീർച്ചയായിട്ടും 100% ഉണ്ട്. അപ്പോൾ സമ്മതിക്കില്ല എന്ന് പറയുന്നതിന് എന്താണ് പ്രത്യേകിച്ച് കാരണം? എനിക്ക് വേണം, നിങ്ങൾക്ക് വേണം, മറ്റൊന്നും വേണം. പിന്നെ തമ്മിലടിയാണ്. ഈ തമ്മിലടി തീരുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് നന്നാവുള്ളൂ. അപ്പം നമുക്ക് വേണ്ടത് നമ്മളെ ഭരിക്കാൻ കെൽപ്പുള്ള ഒരു വ്യക്തി വേണം. അതെ, ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള വ്യക്തി വേണം. അപ്പോൾ ആ ഒരു കഴിവ് ശശി തരൂരിനുണ്ട്. 100%. അപ്പോൾ ഇവർ സമ്മതിക്കുന്നില്ലെന്നാണ് പറയുന്നത്. സമ്മതിക്കുന്നില്ല. ഇവർ ഈ അടി തീർന്നെങ്കിൽ ഒരു സമനിലയിൽ എത്തി തന്നെ. അപ്പോൾ അടി തീരുമോ? ഇവിടെ തീരുന്നില്ല. അധികാര വടംവലി അല്ലേ? മാത്രമേ ഉള്ളൂ. നല്ലൊരു വ്യക്തിയായിരുന്നു അച്യുത മാമ നമ്മളെ വിട്ടുപോയി. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹത്താണ് കാണുന്നത്. കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. അതെ. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുമ്പോൾ നാട്ടിൽ നല്ല ജനങ്ങൾ പ്രവർത്തിക്കും അല്ലേ? അപ്പം നല്ല നേതാക്കളെ ജനങ്ങളൊന്ന് നെഞ്ചിലേറ്റുമെന്നാണ് ആകും. നമ്മുടെ അടുത്ത മുഖ്യമന്ത്രി ശശി തരൂരാണെന്നാണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട്, കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? അതിപ്പോൾ അവർ തമ്മിൽ അടി എന്ന് നിർത്തുമോ അന്നേ അവർ കോൺഗ്രസ്സിൽ നന്നാവുള്ളൂ. അപ്പോൾ ശശി തരൂർ അതിനുള്ളൊരു ക്വാളിറ്റി ഉണ്ടോ? ക്വാളിറ്റി ഉണ്ടെന്നാണ് ഇപ്പം. അങ്ങനെ നല്ലൊരു മനുഷ്യനാണ്, നല്ല ആൾക്ക് ഇതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ കയറുമ്പോൾ ഓരോരുത്തരൊക്കെ സ്വഭാവങ്ങളൊക്കെ മാറുമല്ലോ. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, എല്ലാവരും സ്വഭാവം മാറും. പിന്നെ അവന്റെ ഇഷ്ടത്തിനാണ് ഇവിടെ ചെയ്യണത്. 5 കൊല്ലം പിന്നെ ജനങ്ങളെ എത്രയും ബുദ്ധിമുട്ടിക്കുമോ അത്രയും അവർ ബുദ്ധിമുട്ടിക്കും. ജനത്തിന് യാതൊരു വിലയില്ല. അതാണ് അവസ്ഥ. അപ്പോൾ അധികാരം കിട്ടുന്നവരെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ തോന്നിവാസങ്ങളാണ് ഇവിടെ. വേറെ ഒന്നും നടക്കുക. പിന്നെ 5 കൊല്ലം അവരെ കീഴിൽ നമ്മൾ സഹിച്ചോളണം. നമ്മൾ അവർക്ക് വലിയ ആഡംബരം, കാറും വണ്ടിയും, പിന്നെ കണ്ടില്ലേ മുഖ്യമന്ത്രിക്ക് എന്തിന്റെ ആവശ്യം എന്തിനാണ് ഇത്തിരി എസ്കോർട്ടൊക്കെ എന്തിനാണ്? അതിൻ്റെ ഒരു ആവശ്യമില്ല. ആ ഉമ്മൻചാണ്ടി സാറുണ്ടായിരുന്നല്ല, എത്ര പിന്നെ വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ. അവർ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റാണ്. പിന്നെ ഉമ്മൻചാണ്ടി സാർ അതൊരു പിന്നെ സാറെന്ന് വിളിക്കുമ്പോൾ അത്രയും ബഹുമാനം ഉണ്ടായിരുന്നു. ഒരുപാട് ജനങ്ങൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്, ബഹുമാനമുണ്ട്. അതേപോലെയാണ് നമ്മൾ അച്ചുമാവൻ. ഒരുപാട് ഈ മുഖ്യമന്ത്രി തന്നെ അവരെ സ്വന്തം കാര്യം, അവരെ വീട്ടിലുള്ള കാര്യം നോക്കണം. അത്രേ ഉള്ളൂ. സ്വന്തം മരുമോനും മോളും ഭാര്യയും, അത് അത്രയേ ഉള്ളൂ ഈ മുഖ്യമന്ത്രിക്ക്. വേറെ ജനങ്ങൾക്ക് ഒരു ചിന്തയില്ല. അടുത്ത് ഇങ്ങനെ പോയാൽ ഇങ്ങനെ നമ്മൾ അഥവാ നമ്മൾ ചെയ്യണ്ട നമ്മൾ പൂത്തി പോകുമ്പോൾ ഈ ഒരു ഇടതിൻ്റെ ഒരു ചോര ഉണ്ടല്ലോ നമ്മളെ ശരീരത്തിൽ, തീർച്ചയായിട്ടും നമ്മൾ ഇട്ടുപോകും. അതാണ് പക്ഷേ ഇനി ഒരു മാറ്റം വരണം. ഈ മുഖ്യമന്ത്രിയൊക്കെ മാറണം. ഇനി അടുത്ത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ശശി തരൂർ എന്തുകൊണ്ട് വരണം? അത് ഞാൻ പറയില്ല. അതിപ്പോൾ കോൺഗ്രസ് സാറിൻ്റെ ഇതാണ്. ഞാൻ പറയണത് ഇടതിൻ്റെ ആളാണ്ട് ഞാൻ പറയണത്. അടുത്ത് ഈ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അടുത്ത് വരാമല്ലോ, വേണ്ട അങ്ങനെയൊക്കെ മതി. ഇനി അടുത്ത അത് വന്ന് ഇത്തിക്കൂടെ കുട്ടിച്ചോറാകും. മതിയായി, നമുക്ക് ജനങ്ങൾക്ക് മതിയായി. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാർ ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയാൻ പാടില്ല, എങ്കിലും പറയണം. കാശ് അങ്ങനെയൊക്കെ കാശിൻ്റെ ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ അദ്ദേഹത്തിന് ആ ഒരു ക്വാളിറ്റി ഉണ്ടോ? അദ്ദേഹം ആവും. അപ്പോൾ അതിനുള്ള കഴിവുണ്ട്, നമ്മളെ ഭരിക്കാനുള്ള നയിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ കോൺഗ്രസ് തമ്മിലടിയാണെന്ന് പറയപ്പെടുന്നത്. തമ്മിലടി എന്ന് പറഞ്ഞാൽ അങ്ങേരത്ത് അതൊന്നും നടക്കില്ല. അങ്ങേരെ ഇത്തിരി ചങ്കടപ്പുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ സംഘടന അനുവദിച്ചാലേ അങ്ങനെ മുഖ്യമന്ത്രി ആവാൻ പറ്റൂ. സംഘടനയൊക്കെ അനുവദിക്കും. ഒരാൾ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് അത് അനുവദിച്ചേ പറ്റൂ. അപ്പോൾ ആരെക്കാലും വഹിച്ച് അദ്ദേഹം ആയിരിക്കും എന്നാണ് പറയുന്നത്. അതെ അത് നമുക്ക് പറയാം. അങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്കെങ്ങനെ പറയാൻ പറ്റും? അവർ ഓരോ പാർട്ടിക്കാരല്ലേ, ഓരോ ഇതിൽ മാറി തിരിഞ്ഞൊക്കെ വരണമുണ്ട്. അല്ല, എന്നാലും ജയിച്ചു വന്നാൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആവാനുള്ള ഒരു ഇതുണ്ടോ? പാർട്ടി സമ്മതിക്കുമോ? പാർട്ടി സമ്മതിക്കില്ല. അപ്പോൾ അതിനെന്താണ് പ്രശ്നമായിട്ട് വരുന്നത്? സമ്മതക്കുറവ്. അവര് ഈ സീനാറ്റി അനുസരിച്ചല്ലേ അങ്ങനെ പോകത്തുള്ളൂ. ജനങ്ങൾക്ക് താല്പര്യം അദ്ദേഹത്തെ ആണെങ്കിൽ പോലും അങ്ങനെ വരില്ല.
അല്ല അവർ സീനാറ്റി അനുസരിച്ചേ പോവുള്ളൂ. ഇതിനനുസരിച്ചേ പോകുള്ളൂ. അതാണ് പാർട്ടിയുടെ വഴക്കമെന്നാണ് ചേട്ടൻ പറയുന്നത്. അത് അവർ മുമ്പേ അവർ ദാഹം ധരിച്ചൊക്കെ വന്നിട്ടുള്ളവരല്ലേ. അവർ വന്നിട്ടുള്ള അപ്പോഴവരല്ലേ നിൽക്കുകയുള്ളൂ. അവരെ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തെ ഒഴിവാക്കുമെന്നാണ് പറയുന്നത്. ഒഴിവാക്കൊന്നും പറയാൻ പറ്റില്ല. അത് അവർ ചിലപ്പം സമ്മതിച്ച് ചിലപ്പം തീരുമാനം ഉണ്ടാക്കിയാലും വക. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാനുള്ള ഒരു യോഗ്യത ഉണ്ടോ? എന്താണ് അഭിപ്രായം? അത് ഞാനതിൻ്റെ തീരുമാനിക്കുന്നത് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്, ഞാൻ ഒരാൾ മാത്രമല്ലല്ലോ. എന്നാൽ അദ്ദേഹം ജയിച്ചു വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം വരുന്നതിനോട് എന്താണ് താല്പര്യമുണ്ടോ? എന്താണ് എൻ്റെ അഭിപ്രായം? കുഴപ്പമില്ല, നല്ല താല്പര്യമാണ്. എന്താണ് അദ്ദേഹത്തെ പറ്റി അഭിപ്രായം? എന്താണ് അതിനുള്ള ഒരു യോഗ്യത അദ്ദേഹത്തിനുണ്ടോ മുഖ്യമന്ത്രിയാവും? എനിക്ക് രാഷ്ട്രീയത്തെ പറ്റിയുള്ള അധികം ഇതില്ല. എന്നാലും നമ്മൾ സാധാരണക്കാരല്ലേ, നമുക്കറിയാൻ പറ്റുമല്ലോ നമ്മുടെ നാട്ടിലെ ഭരണവും കാര്യങ്ങളും ഒക്കെ. അയാൾ മുഖ്യമന്ത്രിയായിട്ട് വന്നാൽ നല്ല ഇതായിരിക്കും. സാധാരണ രാഷ്ട്രീയക്കാരെക്കാരും നന്നായിരിക്കും. ആയിരിക്കും. നമുക്ക് എന്തൊരു പറയാം, നമുക്കതിൽ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അങ്ങനെയാണ്. കാര്യം ജനങ്ങളാണല്ലോ. അതെ. അല്ലാതെ നമ്മൾ ഒന്നും തീരുമാനിച്ച് നമുക്കൊന്നും നമ്മളെ ഇഷ്ടത്തിനൊന്നും പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ പറ്റത്തില്ല. അദ്ദേഹം കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വരുന്നതിനോട് എന്താണ് അഭിപ്രായം? നമുക്കൊരു അഭിപ്രായമില്ല. ഇല്ല. അദ്ദേഹം വന്നാലും വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുഴപ്പമില്ല. ആരും വന്നാലും കുഴപ്പമില്ല. മുഖ്യമന്ത്രി ആവാനുള്ള യോഗ്യതയൊക്കെ ഉണ്ട്. ഞാൻ കോൺഗ്രസ്സുകാരനല്ല, പക്ഷേ യോഗ്യത ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ വരും അദ്ദേഹം? അതിനെക്കുറിച്ച് എനിക്കിപ്പോൾ അല്ല, അടുത്ത തവണയും കൂടെ എൻ്റെ അഭിപ്രായമല്ല, എൻ്റെ ധാരണയിൽ ഈ ഇടതുപക്ഷ മിനിസ്റ്റർ തന്നെ വരും. എന്നിട്ട് പിന്നെ അതിൻ്റെ അടുത്ത് അപ്പോൾ ഇപ്പം തന്നെ BJP ഒരു 10-20 സീറ്റെങ്കിലും ഒക്കെ പിടിക്കും. അത് കഴിഞ്ഞ് പിന്നെ തുടർച്ചയായിട്ട് BJP ആയിരിക്കും കേരളം ഭരിക്കുന്നത്. കോൺഗ്രസ് തീരെ സാധ്യതയില്ല. അതുകൊണ്ട് ശശി തരൂരിന് ആകുമെന്നുള്ള കാര്യമില്ല. മുഖ്യമന്ത്രി ആവുന്നതിനുള്ള യോഗ്യത തീർച്ചയായിട്ടും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ സാധാരണ തിരുവനന്തപുരത്തുകാരെന്നുള്ള രീതിയിൽ അദ്ദേഹം മുഖ്യമന്ത്രി എന്നതിൽ ഒതുങ്ങാതെ ഇപ്പോൾ AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിച്ചു. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ളൊരു വ്യക്തി ആ രീതിയിൽ അത്രയും വലിയൊരു ഗ്രാവിറ്റിയുള്ള സ്ഥാനങ്ങൾ ഏറ്റെടുക്കണമെന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ അഭിപ്രായം. കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കാട്ടിയും കുറച്ചും കൂടെ ഉത്തരവാദിത്വമുള്ള ഓൾ ഇന്ത്യ ലെവലിൽ എന്തെങ്കിലും ഉള്ള സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് പേഴ്സണലായിട്ട്. ജനങ്ങൾക്കല്ല, അദ്ദേഹത്തിൻ്റെ കഴിവ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് കേരളത്തിൽ ഒതുങ്ങേണ്ട ഒരു വ്യക്തിയല്ല എന്നുള്ളതാണ്. കേരളത്തിലാ വരാൻ സാധ്യത കുറവാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അത് എന്നാന്ന് വെച്ചാൽ പുള്ളിയെ പറ്റി പല കംപ്ലൈൻറ്റുകൾ അത് ഇതൊക്കെ ഉണ്ടല്ലോ. ശശി തരൂരിനെ പറ്റി എന്താണ് അദ്ദേഹത്തെ പറ്റി? എന്താ പിന്നെ അറസ്റ്റില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നേ, എപ്പോഴല്ലേ നാട്ടി വരുന്നേ, അതൊക്കെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ചാൻസ് ഇല്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിനുള്ള ഒരു ക്വാളിറ്റി ഇല്ലേ സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രി ആവാനുള്ള? വരാനും സാധ്യതയില്ല. സാധ്യതയില്ല. അപ്പോൾ പിന്നെ ക്വാളിറ്റിക്കും സാധ്യതയില്ല. ഇല്ല. അപ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ? അദ്ദേഹം അധികാരത്തിൽ വരുമോ? എങ്ങനെയാണ്? അദ്ദേഹത്തിന് ക്വാളിറ്റിയൊക്കെ ഉണ്ട്. അതിനുള്ള എഡ്യൂക്കേഷൻ ഉള്ള ആളല്ലേ. ആളാണ്. അപ്പോൾ അദ്ദേഹം വരുന്നതിൽ തെറ്റില്ല. ഇല്ല. അപ്പോൾ വരാൻ സാധ്യതയുണ്ട്. 100%, 99% എന്തായാലും ഉണ്ടാവും. പക്ഷേ ഈ കോൺഗ്രസ് നേതൃത്വം അനുവദിക്കുമോ? അത് പറ്റും, അതറിയില്ല. അത് അവർ തങ്ങളിൽ തീരുമാനിക്കേണ്ടതാണ്. ഇവരിപ്പം തങ്ങളുടെ വടംവലിയല്ലേ. എനിക്ക് മുഖ്യമന്ത്രി ആവണം, അല്ലെ മറ്റൊരാൾക്ക് മുഖ്യമന്ത്രി. ഇപ്പം ഭരണം അവസാനിച്ചതുപോലും ഇല്ല. അവർ തങ്ങളിലിപ്പം അടി തുടങ്ങി അധികാരത്തിന് വേണ്ടി. അപ്പം സ്ഥാനമാണ് അവരുടെയൊക്കെ എല്ലാവരുടെയും ഉദ്ദേശം. ജനസേവനം നടക്കുന്നില്ലല്ലോ. ഇല്ല. അവർ സ്വയം സേവിക്കുകയാണ്. ഇത്രയും കാലത്തെ ഭരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന അങ്ങനെയാണ്. ചില കാര്യങ്ങൾ ചില വ്യക്തികൾ, അച്യുതാനന്ദൻ സാറ്, അദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യന് ഭൂമിയിലുണ്ടാവില്ല എന്നതുപോലെ തന്നെ. അതിപ്പം ശശി തരൂർ വരണമെങ്കിൽ വരട്ടെ, വന്നിട്ട് ഭരണം കണ്ടിട്ട് അറിയാം എങ്ങനെയാണെന്ന്, ജനങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളത് പിന്നീട് അറിയാം. യോഗ്യത ഉണ്ട്. നല്ല അഭിപ്രായമുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളാണോ അദ്ദേഹം? അയാൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു നേതാവാണ്. ഇപ്പോൾ സാധാരണ രാഷ്ട്രീയക്കാരെക്കാളും അദ്ദേഹം മികച്ചു നിൽക്കുന്ന ആളെന്നാണ് അഭിപ്രായം? അങ്ങനെയല്ല, നല്ലതാണ്. എന്തായാലും നല്ലൊരു നേതാവാണ്. ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ അധികാര വടംവലി നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താ അഭിപ്രായം? അർഹതപ്പെട്ടവർക്ക് സ്ഥാനം കൊടുക്കണം. ഈ അർഹതപ്പെട്ടവരെക്കാൾ നല്ലത് ജനനന്മയ്ക്ക് പ്രവർത്തിക്കുന്ന ആൾക്കാരല്ലേ വേണ്ടത്? അതെ. അല്ല, അങ്ങനെയല്ലേ വേണ്ടത്? അങ്ങനെ പ്രവർത്തിക്കുന്ന ആളാണ് ശശി തരൂർ. അതുകൊണ്ട് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നു. പുള്ളി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്വാളിറ്റിയൊക്കെ ഉണ്ട്. വരുമെന്ന് തോന്നുന്നില്ല എനിക്ക്. പുള്ളി മെയിനായിട്ട് വലിയ കാര്യങ്ങളൊക്കെ അല്ല നോക്കുന്നത്. ഇവിടെ അങ്ങനെ
കേരളം ഇട്ടാവട്ടത്തിൽ രാഷ്ട്രീയം കളിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നുള്ള പറഞ്ഞു ഇല്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എനിക്ക് തോന്നുന്നത്. തോന്നുന്നില്ല. അപ്പോൾ അതേക്കുറിച്ച് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടും. ദേശീയ കാര്യത്തിലും മിക്കവാറും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു MP ആയതുകൊണ്ട് തന്നെ തോന്നുന്നു. അപ്പോൾ കേരളത്തിൽ അദ്ദേഹത്തിന് ഒരു ഇതില്ല, പുള്ളി അങ്ങനെ നോക്കുന്നില്ലെന്നാണ് അങ്ങനെ നോക്കുന്നില്ല. മുഖ്യമന്ത്രി ആയ നന്നായിരിക്കും അദ്ദേഹം. നന്നായിരിക്കുമെന്ന് വെച്ചാൽ നന്നാവാൻ ചാൻസ് ഒന്നും പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ വലിയ അറിയത്തില്ല. എന്നാലും പുള്ളി ഇങ്ങനൊരു താല്പര്യം ഇല്ലാത്ത ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നന്നായിരിക്കും, അല്ലാണ്ട് എന്ത് പറയാനാ. കാരണം എന്തായാലും ഇപ്പൊ തന്നെ കേരളം ഒരു വഴിയൊക്കെ ആയല്ലോ. അടുത്തൊരു പരീക്ഷണം കൂടി എതിര് പറയുന്നില്ല. ശരിക്കും അടുത്തൊരു പരീക്ഷ കൂടി ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. യോഗ്യതയുള്ള ആളാണോ? എങ്ങനെയാണ് അഭിപ്രായം? യോഗ്യതയുള്ള ആളാണ്. എന്താണ് അഭിപ്രായം? നല്ലൊരു വ്യക്തിയാണ്. കൂടുതലറിയില്ല, അത്രയൊക്കെ അറിയാം. അപ്പം അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഉറപ്പായിട്ടൊരു നന്മ ഉണ്ടാവും. ഇപ്പോഴത്തെ ഭരണത്തെക്കാൾ നന്നായിരിക്കും. ആയിരിക്കും, അതിന് ഉറപ്പില്ല. ആണ് വന്നാൽ കാര്യങ്ങൾ ചെയ്യും, അത്രയും. സാധാരണ രാഷ്ട്രീയക്കാരെക്കാളും കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. എന്താണ് അതിനെപ്പറ്റി അഭിപ്രായം? എന്താണ് അഭിപ്രായം? നല്ലൊരു മനുഷ്യനാണ്. ഈ കോൺഗ്രസിൽ തമ്മിലടി അടക്കണം, അധികാര വടംവലി അടക്കണം അതിനകത്ത്. അപ്പം അതിനിടയിൽ അദ്ദേഹത്തിന് ഒരു സാധ്യത ഉണ്ടോ? സാധ്യത വളരെ കുറവാണ്, എന്നാലും അദ്ദേഹം വരണമെന്ന് ആഗ്രഹമുണ്ട്. നിലവിൽ കോൺഗ്രസിൻ്റെ കേരളത്തിൽ വരാൻ ചാൻസ് ഉള്ളത് പുള്ളി അത്രയും നല്ലൊരാൾ പുള്ളി തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പുള്ളി തന്നെയാണ് വരണമെന്നാണ് ആഗ്രഹം. കാരണം പുള്ളിക്ക് അതിൻ്റേതായ ഒരു കഴിവും കാര്യങ്ങളും ഉണ്ട്. കേന്ദ്രത്തിലായാലും പിടിപാടും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ പുള്ളി വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ കോൺഗ്രസിനകത്തൊരു അധികാര വടംവലി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഗ്രൂപ്പുകൾ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പിസമാണ് മൊത്തത്തിൽ. ഇപ്പോൾ പുള്ളിയെ തന്നെ പുള്ളി ഇപ്പം ഒരു ഇന്ത്യയുടെ കാര്യം പറഞ്ഞാൽ പോലും അതൊരു പാർട്ടി കാര്യമായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുള്ളി അവോയ്ഡ് ചെയ്യുന്നുണ്ട് പാർട്ടിയിൽ നിന്ന് തന്നെ. പക്ഷേ എന്നാലും പുള്ളി കോൺഗ്രസ്സിൽ മുഖ്യമന്ത്രിയായിട്ട് പുള്ളി വരണമെന്നാണ് ആഗ്രഹം. മുഖ്യമന്ത്രി ആവാൻ സാധ്യത കുറവാണ്. എന്താണ് അങ്ങനെ ചിന്തിക്കാൻ? അല്ല, പുള്ളി ഇപ്പോൾ ഇവിടുത്തെ MP അല്ലേ, അതായിരിക്കും, അങ്ങനെ ആയിരിക്കും പോകുന്നത്. ഇലക്ഷൻ വരുമ്പോഴാണ് അറിഞ്ഞൂടാ പുള്ളി ആവോ എന്നുള്ള അറിയാൻ സാധ്യത കുറവാണ്. പുള്ളി ആയാലും എങ്ങനെ ഇരിക്കും? കുഴപ്പമില്ലെന്നോ, നല്ല ആളാണെന്ന് തോന്നുന്നു. ഇതുവരെയും വേറെ ഇതൊന്നും ഇല്ലെന്ന് തോന്നുന്നു. വേറൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരുപാട് അധികാര വടംവലിയുണ്ട് ഈ കോൺഗ്രസിനകത്ത്. അപ്പോൾ അദ്ദേഹം വരാനുള്ള സാധ്യത ഉണ്ടോ? സാധ്യത കുറവായിരിക്കും. ഇല്ല, ഇവിടെ വളരെ കുറവായിരിക്കും. അല്ല, ഒരിക്കലും അല്ല. അയാൾ മുഖ്യമന്ത്രി ആവുമെന്ന് എനിക്ക് കാര്യത്തിൽ സംശയമാണ്. എന്താ കാര്യം അങ്ങനെ പറയാൻ കാരണം? അങ്ങനെയല്ല, അത് ജനങ്ങളുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമില്ലല്ലോ. അതേപോലെ MP എന്നുള്ള നിലയിൽ കവിഞ്ഞ് സാധാരണ ജനങ്ങളുമായി ബന്ധമില്ലാത്ത ഒരു നേതാവ് എങ്ങനെ മുഖ്യമന്ത്രിയാവുമെന്നാണ്. ഇത്രയും നാൾ നടന്ന ഞങ്ങളൊക്കെ അയാളെ നിയോജകമണ്ഡലത്തിൽ ഒരു ദിവസം പോലും അയാൾ ഇവിടെ എന്താ ചെയ്തത്? അല്ല, എന്നാലും ജയിക്കുന്നുണ്ടല്ലോ അത്. MP പണം മുടക്കണമെങ്കിൽ, ഈ രാജ്യത്ത് പൈസ മുടക്കണമെങ്കിൽ ജയിക്കാത്ത ആരായിരിക്കണം സാറേ? അണ്ടനോ അടകോടനോ ചമ്മാനും ചെരുപ്പ് കുത്തിയും ജയിക്കും പണം ഉണ്ടെങ്കിൽ. താങ്കളുടെ തുറന്നു പറയാം, ഞാൻ കഴിഞ്ഞ 10-15 വർഷം K കരുണാകരൻ്റെ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നവനാണ് പൂജപ്പുര. ഇന്ന് ഞാൻ തെരുവുതണ്ടിയാണ്. അറിയാം, എന്നെ അറിഞ്ഞൂടാത്ത നേതാക്കന്മാരാരുമില്ല. താങ്കൾ ശിവകുമാർ സാറിൻ്റെ ചോദിച്ചാണ് സിദ്ധൻ എന്ന് പറയും. എൻ്റെ പേര് പൂജപ്പുര സിദ്ധൻ എന്നാണ്, സിദ്ധാർത്ഥൻ എന്നാണ് ഫുൾ പേര്. എല്ലാവർക്കും അറിയാം എന്തു ചെയ്തു. എനിക്ക് 3 പെൺകുട്ടികളുണ്ട്, വാടക വീടാണ്. കഴിഞ്ഞ 60 വർഷമായി ഞാൻ പൂജപ്പുര താമസിക്കുന്നു. പാർട്ടിയുടെ മണ്ഡലം പ്രസിഡൻ്റായിരുന്ന സിദ്ധൻ പൂജപ്പുര എന്നുള്ള എല്ലാവർക്കും അറിയാം. ഇന്നത്തെ ജില്ലാ സെക്രട്ടറിയായ മുളകുമോൾ രവിക്ക്, എല്ലാവർക്കും ശിവകുമാർ സാറിനും ഒക്കെ അറിയാം. പക്ഷേ ശിവകുമാർ സാർ എന്നെ സഹായിച്ചെന്ന് വെച്ചാൽ എൻ്റെ കൊച്ചുമോൻ പഠിക്കാൻ സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം 2 ലക്ഷം രൂപ കൊടുത്തു. അവൻ ഇപ്പോൾ BA പാസ്സായത് വീട്ടിൽ നിൽക്കുകയാണ്. അയാളെ സ്കൂളിൽ പഠിപ്പിച്ചു. ഒരു നിവൃത്തിയില്ലാത്ത ഞാനാണ്, എനിക്ക് സ്വന്തമായ ജോലിയില്ല. സർക്കാർ തരുന്ന 1600 രൂപ പെൻഷനും 30 കിലോ അരിയുമാണ്. എനിക്ക് സ്വന്തമായ വീടോ സൗകര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ പൂജപ്പുര നിങ്ങൾ ആരുടെ ചോദിച്ചാലും, സിദ്ധനെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. 60 വർഷം കൊണ്ട് ഞാൻ പൂജപ്പുരയുണ്ട്. ഒരുത്തരെയും 1 പൈസ കൈക്കൂലി വാങ്ങിക്കുകയോ അഴിമതി കാണിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് വന്ന് താങ്കളുടെ പുറം എനിക്കൊരു ചായ വാങ്ങിച്ചു തരും. അതെൻ്റെ ഒരു ഇതാണ്. ഞാൻ താണുപിള്ള സാറിൻ്റെ കാലത്ത് PSPയിൽ കൂടെ കടന്നു വന്നവനാണ്. നെയ്യാറ്റിൻകരയാണ് എൻ്റെ വീട്. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നിയമനിയോജക മണ്ഡലം പ്രസിഡൻ്റായിരുന്നു. തിരിച്ചിവിടെ വന്ന പൂജപ്പുര കോൺഗ്രസിൻ്റെ പൂജപ്പുര മണ്ഡലം പ്രസാദ് വെള്ളക്കാലം വർക്ക് ചെയ്തു. ഇപ്പോൾ എല്ലാം കാശ് കൊടുത്ത ഔദ്യോഗിക സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ഇപ്പോൾ തന്നെ ഒരാളിന്
2000 രൂപ കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് ഇവിടുത്തെ മണ്ഡലം പ്രസിഡൻ്റാക്കി. ഇവിടെ 9 ബൂത്തുണ്ട്, ഒരു ബൂത്തിൽ പോലും ഒരു കമ്മിറ്റി ഇല്ല. പിന്നെ ഏത് പാർട്ടിയാണ് സാറേ വളർന്നത്? കോൺഗ്രസിന് ഒരു ബൂത്തിൽ പോലും ഒരു കമ്മിറ്റി ഇല്ല. കോൺഗ്രസിൻ്റെ പഴയ നേതാവ് മഹേശ്വരൻ നായരെ ഞാനാണ് രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത്. ഇന്ന് അദ്ദേഹം BJP-യിലാണ്. കോൺഗ്രസ് മൊത്തം പോയി എന്നാണ് പറയുന്നത്. അവനൊക്കെ പണം ഉണ്ടാക്കി, മനുഷ്യൻ പണത്തിന് മുമ്പ് പോകണം. പക്ഷേ ഇവിടെ ഒരു പ്രവർത്തകരെ ഞാൻ 60 വർഷമായി ഞാൻ ഇവിടെ മത്സരിച്ചിട്ടുണ്ട്. 2 ദിവസം കോൺഗ്രസിനെതിരായി മത്സരിച്ചിട്ടുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഏകദേശം 800 ചില്ലുവാന വോട്ട് കിട്ടിയിട്ടുണ്ട്. സിദ്ധനെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പൂജപ്പുരയുള്ള സകലവർക്കും അറിയാം. 60 വർഷം കൊണ്ട് ഞാൻ പൂജപ്പുരയുണ്ട്. എനിക്ക് 3 പെൺകുട്ടികളാണ്. ഒരാൾ MA, ഒരാൾ BCom, ഒരാൾ BA. അവർക്ക് ആർക്കും അവരാരും ഒരു സഹായവും ചെയ്തിട്ടില്ല. സ്വന്തമായി വീടില്ല, കിടക്കാൻ സ്ഥലമില്ല. പൂജപ്പുര മണ്ഡപത്തിലാണ് ഞാൻ കിടക്കുന്നത്. അതിന് ഞാൻ കമ്മീഷൻ ആർഡർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിനെ പോയി കണ്ടു പറഞ്ഞു, എനിക്ക് സ്വന്തമായ വീടോ സൗകര്യങ്ങളോ ഒന്നുമില്ല, കടവരാന്തയിൽ കിടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പൂജപ്പുര മണ്ഡപത്തിൽ കിടക്കാനുള്ള ആർഡർ കാണണം സാറിന് ആർഡർ കാണണം. ശശി തരൂർ ഇപ്പം നിലവിൽ MP അല്ലേ? പിന്നെ MP താഴോട്ട് വന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവുന്നതിനെക്കാട്ടും നല്ലത് വീണ്ടും പുള്ളി MP ആവുന്നതല്ലേ നല്ലത്. തീർച്ചയായിട്ടും പുള്ളി അതിന് MP ആവുന്നതിലോട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെയാണ് നിലവിൽ നമുക്കറിയാൻ കഴിയണത്. പുള്ളിയായിട്ട് അടുത്ത് നിൽക്കാൻ ഞാൻ പഞ്ചായത്ത് മേലിൽ താമസിക്കുന്ന ആളാണ്. അപ്പം സിറ്റിക്ക് അകത്തുള്ള ആൾക്കാർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്കിലും പത്രമാധ്യമങ്ങളിൽ കൂടെ നമ്മൾ അറിയുന്നതെന്ന് വെച്ചാൽ പുള്ളി നല്ല അതിനുള്ള വിദ്യാഭ്യാസവും സ്റ്റാൻഡേർഡുള്ള ഒരാളാണ്. അപ്പം പുള്ളി പാർലമെൻറ്റിൽ ഇത് ചെയ്യാനുള്ള ആളാണ് എന്നുള്ളതിനെ കുറിച്ചാണ് അഭിപ്രായം. എന്താണ് അഭിപ്രായം? യോഗ്യതയുണ്ട്, പക്ഷേ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. എന്താണ് അങ്ങനെ? കോൺഗ്രസിനകത്ത് തന്നെ ഒരുപാട് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ചാൻസ് ഭയങ്കര കുറവാണ്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടില്ല എന്നാണ് പറയുന്നത്. ചാൻസ് കുറവാണ്. ഇവരുടെ അധികാര വടംവലിയാണ് കാരണം. അതാണ് പ്രശ്നം. അപ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്നു വല്ല ദേശീയ തലത്തിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും അങ്ങനെയൊക്കെ നല്ല പുള്ളിക്കാരൻ അത്യാവശ്യം ഇപ്പം നിലവിലുള്ളതിൽ നമുക്ക് മന്ത്രിമാരുടെ അടുത്ത് നോക്കിയാലും അത്യാവശ്യം എഡ്യൂക്കേഷൻ വൈസ് ആയിരുന്നാലും അത് ടെക്നിക്കലി ആയിരുന്നാലും പുള്ളിക്കാരൻ കുറച്ചുകൂടെ ഒന്ന് അടിപൊളിയാണ്. അപ്പം പുള്ളി ഒരു മുഖ്യമന്ത്രിയായിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു കോൺഗ്രസിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഇവർ തമ്മിലൊരു കോൺഗ്രസിനകത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി യോഗ്യത ആളാണ്. കാര്യം അയാൾക്ക് അറിവുണ്ട്. പിന്നെ എങ്ങനെ ഇരിക്കുമെന്ന് മുഖ്യമന്ത്രി ആയാലല്ലേ അറിയാൻ പറ്റുള്ളൂ. ഭരണം എങ്ങനെ ഇരിക്കുമെന്ന് മുഖ്യമന്ത്രി ആയാലേ അറിയാൻ പറ്റുള്ളൂ. ആവാൻ ചാൻസ് ഉണ്ടോ അദ്ദേഹം? കോൺഗ്രസിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചാൻസ് കുറവാണ്. ആവാനുള്ള ചാൻസ് ഇല്ല. അത് ഇന്ന് അങ്ങനെ തോന്നാനുള്ള കാരണം ഒന്നാമത്തെ കാര്യം അടുത്ത പ്രാവശ്യം കോൺഗ്രസ് വരുമെന്ന് അറിഞ്ഞൂടാ. രണ്ടാമത്തെ കാര്യം അയാളെ മുഖ്യമന്ത്രി ആക്കൂല. കോൺഗ്രസ് ഉള്ളിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴത്തെ വിഷയത്തിൽ അയാൾ കേന്ദ്ര ഗവൺമെന്റ് അനുകൂലിച്ച് നിലപാടെടുക്കുന്നതുകൊണ്ട് ഉമ്മരാക്കൂല. എന്താണ് അഭിപ്രായം? വന്നാൽ കൊള്ളാം എന്നേ ഉള്ളൂ അഭിപ്രായം. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? നല്ലൊരു മനുഷ്യൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ്സിൽ അദ്ദേഹത്തിന് മുകളിൽ ഒരാളില്ലെന്നാണ് പറയുന്നത്. കോൺഗ്രസിന് മുകളിൽ ഇയാൾ പോയിട്ട് വേറെ ആരുമില്ല. ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പാർട്ടിയായിട്ട് അല്പം ഒരു അഭിപ്രായ വ്യത്യാസത്തിലാണ് ശശി തരൂർ നിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കുന്നു തോന്നുന്നുണ്ടോ? എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കാര്യങ്ങൾ. അതിനെപ്പറ്റി അറിഞ്ഞൂടാ. നിന്നാ മുഖ്യമന്ത്രി ആയാൽ കൊള്ളാം. ജനങ്ങൾക്ക് ഗുണമാണ്. ജനങ്ങൾക്ക് ഗുണമാണ്.